नमस्ते बच्चों। पिछले कक्षा में हमने क्या पढ़ा? री की मात्रा पढ़ा था, है ना? बच्चों को री की मात्रा समझाइए। री की मात्रा अक्षर के नीचे लिखती है, इसका ज्ञान दीजिए। उच्चारण सदा शुद्ध, लेखन पर बल दीजिए। सभी वर्णों के नीचे री की मात्रा लिखाकर लिखने का अभ्यास करवाइए। पहले शब्दार्थ देखिए। ഋഷി, ഋഷി का अर्थ क्या है? ഋഷി സെയിം. നിങ്ങൾ ഇങ്ങനെയുള്ള ബോക്സിലുള്ള മീനിങ്സും പിക്ചേഴ്സിന്റെ താഴെ കൊടുക്കുന്ന മീനിങ്സും മാത്രം ബൈഹാർട്ട് പഠിച്ചാൽ മതി. ബാക്കി വേർഡ്സ് ഒക്കെ മാത്രകൾ വരുമ്പം ചേർത്ത് വായിക്കുക എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. ഋഷി, സെയിന്റ്, കുടിയ, ഹട്ട്. നൃത്യ, ഡാൻസ്. നൃത്യ, ഡാൻസ്. ഋഷഭ്, ox. മൃഗ്, deer. ഗൃഹ, house. ഹൃദയ, heart. മൗൻ, quiet. കൃപ, obligation. തൃൺ, grass. ഘൃണ, hate. കൃഷി, അഗ്രികൾച്ചർ. ഈ വേർഡ്സ് ഒക്കെ നല്ലതുപോലെ എഴുതി 5 ടൈംസ് നിങ്ങളുടെ ബുക്കിൽ എഴുതി പഠിക്കണം. अंग्रेजी शब्द भी लिखेंगे. री अभ्यास देखिए. एक्सरसाइज. री की मात्रा लिखाकर ശബ്ദ बनाइए. റി എന്ന് പറയുന്ന മാത്ര വരുമ്പോൾ ശബ്ദങ്ങൾ എങ്ങനെയൊക്കെയാണ് ആവുന്നത് നോക്കാം. ആഡ് റി and make words. कबा, कबा कैसे लिखते हैं? കൃപ. കായന്റെ താഴെ റി എന്ന് പറയുന്ന മാത്ര ഇട്ടിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെയാണ് ആ അഭ്യാസം ചെയ്യേണ്ടത്. അപ്പം മഗ്, മൃഗ്. ഗണ, ഘൃണ. നഭ്, നൃപ്. കശക്, കൃഷക്. നത്യ, നൃത്യ. अंग्रेजी अर्थ लिखिए. റൈറ്റ് ദ ഇംഗ്ലീഷ് മീനിങ്സ്. ആ മീനിങ്സ് ഒക്കെ നിങ്ങൾ കാണാതെ ബൈഹാർട്ട് പഠിച്ചതിന് ശേഷം ഈ അഭ്യാസം ചെയ്യാം. അതിൻ്റെ മീനിങ്സ് ഒക്കെ എഴുതി പഠിച്ചതിന് ശേഷം ഈ അഭ്യാസം നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ്. കൃഷക്, കൃഷക് ഫാമർ. ഗൃഹ, ഹൗസ് വീട്. തൃൺ, grass. वृक्ष, tree. कृपा, obligation. घृणा, hate, വെറുപ്പ്. शब्द पूरे कीजिए. complete the words. dash, na. അവിടെ ഏതായിരിക്കും വരേണ്ടത്? dash, na. നിങ്ങൾ മീനിങ്സിൽ പഠിച്ച ഒരു വേർഡ് ഉണ്ട്. ഏതാണ്? ഹെയ്റ്റിന്റെ ഹിന്ദി ശബ്ദ ക്യാ ഹേ? ഘൃണ. ധൃ. അപ്പൊ അവിടെ വരേണ്ട അക്ഷരം ഏതാണ്? ധൃ. കൃഷക്, ഡാഷ് ഷക്, കൃഷക്. ഡാഷ് ന, തൃൺ, തൃൺ. വൃക്ഷ, വ, വൃക്ഷ, വൃക്ഷ. മൃഗ, ഗൃഹ. നൃത്യ, കൃപ. ആ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ചേർത്ത് പൂരിപ്പിക്കുക. then क्री जोड़कर शब्द बनाइए. add क्री and make words. ഇത് ഇങ്ങനെ എക്സസൈസ് നിങ്ങൾ ചെയ്തതല്ലേ? കൃപാൻ. അതുപോലെ ആ സെന്ററിലുള്ള ലെറ്ററും പുറത്തുള്ളതും ചേർത്തിട്ട് ഓരോ ശബ്ദങ്ങൾ എഴുതാം. കൃഷക്, കൃപ, ഔർ കൃഷി. then एक्सरसाइज 5 प्रश्नों के उत्तर लिखिए. आंसर द क्वेश्चन. ऋषि ने ऋषभ को देखकर क्या किया? ഋഷി ഋഷഭിനെ കണ്ടപ്പോൾ എന്താണ് ചെയ്തത്? ഋഷിനെ ഋഷഭ് को देखकर പുച്കാര. പുച്കാര മീൻസ് ഫോൺലിംഗ്, വാത്സല്യം പ്രകടിപ്പിക്കുക. ഋഷഭ് और मृग क्या करने लगा? तृण पर खेलने
ലഘേ തൃൺ പർ, തൃൺ എന്ന് പറഞ്ഞാൽ ഗ്രാസ്, ഗ്രാസ് പുല്ലില് അവര് കളിച്ചുകൊണ്ടിരുന്നു. ശിക്കാരി ക്യാ കർണ ചാഹത്താ താ, ആ ഹണ്ടർ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത്? മൃഗോ മാർണ, മാനിനെ കൊല്ലുവാനാണ് അയാള് വന്നത്. മൃഗ് കോ കിസ്നെ ബച്ചായ, ആ മാനിനെ ആരാണ് രക്ഷിച്ചത്? ടു ബി സേവ്ഡ്, ബച്ചായ കാ അർത്ഥ് ക്യാ ഹേ? ടു ബി സേവ്ഡ്, ആരാണ് രക്ഷിച്ചത്? ഋഷഭ്നെ ബച്ചായ, ഋഷഭ് ഓക്സ് ആണ് അതിനെ രക്ഷിച്ചത്. അടുത്ത എക്സസൈസ് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. കുറച്ച് വലിയ വലിയ വാക്കുകൾ വരുന്നതാണ്, അതുകൊണ്ട് എഴുതി പഠിക്കണം. പഠിയേ ഔർ രേഖാങ്കിത് അക്ഷർ മേ റീ കി മാത്ര ലഗായിയേ. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് റീ എന്ന് പറയുന്ന മാത്ര എവിടെയൊക്കെയാണോ നിങ്ങൾ ചേർക്കാനുള്ളത് അവിടെയൊക്കെ ചേർക്കണം. देखिए, read and mark the re with underline letter. किसी जंगल में एक ऋषि रहते थे. उसका आश्रम नदी के किनारे था. आश्रम के बाहर बहुत सारे वृक्ष थे എന്നാണ് അവിടെ തന്നത്. അപ്പം വൃക്ഷമല്ല വേണ്ടത്, എന്താണ് വേണ്ടത്? വൃക്ഷ. വായിന്റെ അടിയിൽ, വാ എന്ന അക്ഷരത്തിന്റെ അടിയിൽ റീ മാത്രം ചേർക്കേണ്ടതാണ്. നദി പർ ബഹുത് സേ മഗ് പാനി പീനെ ആത്തെ ദേ. അപ്പൊ അവിടെ മഗ് എന്ന് തന്നിട്ടുണ്ട്, അവിടെ റീ മാത്രം ചേർക്കണം. മഗ് നഹി മൃഗ് ഹേ, മൃഗ് പാനി പീനെ ആത്തെ ഥേ. ഋഷി കി കപ്പാ, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കപ്പ എന്നാണ് തന്നത്, അത് റോങ് ആണ്. വേണ്ട ശബ്ദം കൃപ. കൃപ സേ വഹാങ്ക വാതാവരൻ ബഹുത് ശാന്ത് ഥ. വാതാവരൻ का अर्थ അന്തരീക്ഷം. കിസി ജംഗൽ മേ ഏക് ഋഷി രഹത്തെ ഥേ. ഒരു കാട്ടില്, ഒരു ഫോറസ്റ്റിൽ ഒരു ഋഷി ജീവിച്ചിരുന്നു. ഉൻകാ ആശ്രം നദിക്ക് കിനാരെ ഥാ. അദ്ദേഹത്തിന്റെ ആശ്രമം ഒരു നദിയുടെ തീരത്തായിരുന്നു. ആശ്രം കെ ബാഹർ ബഹുത് സാരേ വൃക്ഷതേ. ആശ്രമത്തിന്റെ പുറത്ത് അനേകം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. നദി പർ ബഹുത് സേ മൃഗ് പാനി പീനെ ആത്തെ ഥേ. ആ നദിയില് അനേകം മാനുകള് വെള്ളം കുടിക്കാനായിട്ട് വന്നിരുന്നു. ഋഷി കി കൃപ സേ വഹാങ്ക വാതാവരൻ ബഹുത് ശാന്തത. ഋഷി വളരെ കൃപയുള്ളവനായിരുന്നു, അതുകൊണ്ട് ആ അന്തരീക്ഷവും വളരെ ശാന്തമായിരുന്നു. आज इतना है, धन्यवाद.